ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2026 2027 മോഡൽ പുതിയ KTMന്റെ അഡ്വഞ്ചർ 390 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 3,60,000 പ്ലസ് ആണ്. അത് ഓൾറെഡി നോർമൽ വേരിയന്റ് 350cc 390 350cc ഒരു ഫുൾ ബ്ലാക്ക് വേരിയന്റ് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ ഷോറൂമിൽ പോയപ്പോൾ കണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വണ്ടി ഇറക്കുന്നത് വണ്ടിയുടെ ബ്ലാക്ക് കളർ, അതായത് അതിന് സസ്പെൻഷൻ കാര്യങ്ങൾ അഡ്ജസ്റ്റുകൾ വരുന്നില്ല. പിന്നെ ടോപ്പ് വേരിയന്റ് ഉണ്ട് കേട്ടോ. അത് അടിപൊളി സാധനമാണ്. അത് 399cc ആ വരുന്നത്. അതേപോലെ അഡ്ജസ്റ്റ് സസ്പെൻഷന് കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ഫീച്ചർ കാര്യങ്ങൾ എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണിച്ചു തരാം. കൊള്ളാം കേട്ടോ. പക്ഷെ ഇതിന് സസ്പെൻഷൻ ഒന്നും അഡ്ജസ്റ്റുകൾ വരുന്നില്ല അല്ലേ? ഇത് നല്ല കുറവായിരിക്കും അല്ലേ? ആ, അത് 390. അത് 399. ആ, അത് ടോപ്പ് എഡിഷനാണ്, റാലി എഡിഷൻ. ആ, അത് 524. 524 ഓൺ റോഡ്. യൂട്യൂബിൽ ഇടാനാ കേട്ടോ. കൊള്ളാം കേട്ടോ ബ്ലാക്ക്. ഓക്കെ, അതിന് നീ വണ്ടി നീയായിട്ട് ബന്ധമല്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് എത്ര ആയിട്ടല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് കുളിയുള്ളത്. വീഴുന്നു. പക്ഷേ എനിക്ക് ഈ SMCR എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടല്ലോ, അത് ഇന്റർനാഷണൽ സാധനമാണ്. അല്ല, ഇത് അഡ്വഞ്ചർ അല്ലേ? മറ്റേത് SMCR സൂപ്പർ മോട്ടോ മോഡ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതും കൊള്ളാം കേട്ടോ. അത് വണ്ടി ഏകദേശം ഇതേപോലെ ഇരിക്കുകയും ചെയ്യും, എൻഡ്യൂറോ മോഡൽ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ടയറൊക്കെ വരുമ്പം മറ്റേ 17 ഇഞ്ച് നല്ല മറ്റേ റേഡിയൽ ടയറും വരും. വണ്ടി ഓടിച്ച് ഇങ്ങനെ വണ്ടി വീശാൻ നേരത്ത് വളവൊക്കെ വരുമ്പോഴേ ഓപ്പോസിറ്റ് ഹാൻഡിലൊക്കെ വെച്ചില്ലേ റോക്ക് ബഗറോസിൻ്റെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് എക്സ്പ്രസ് പറയുമ്പോൾ കൊള്ളാം കേട്ടോ. വണ്ടി ഇങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോഴേ നല്ലൊരു സംഭവം പോലെ തോന്നുന്നു. ബ്ലാക്ക് അടിപൊളിയാണ്. ഞാനിത് യൂട്യൂബിൽ ഓൾറെഡി വീഡിയോ കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ വന്ന് ചോദിക്കുകയും ചെയ്തു വണ്ടി വന്നില്ലയോ. വണ്ടി സർവീസിന് വന്നേ, എൻ്റെ ഡൂക്ക് 250. നമുക്ക് 2 വണ്ടി വന്നിട്ടുള്ളൂ. ആ, കേട്ടോ ഞാൻ പറയുന്ന ഡൂക്ക് 250 എന്ത് രസമാണെന്ന് നോക്കി. നല്ല ബൾക്കി വണ്ടിയാണ്. അതുമാത്രമല്ല അതിൻ്റെ ആ റേഡിയേറ്ററിൻ്റെ അവിടെ കണ്ട ഡൂക്ക് 250 പോലല്ല 2 ഫാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡൂക്ക് 250ക്ക് 2 ഫാൻ വരുന്നില്ല, ഒറ്റ ഫാനേ വരുന്നുള്ളൂ. അതുമാത്രമല്ല അതിൻ്റെ സസ്പെൻഷനൊക്കെ കണ്ട ഫ്രണ്ടിൽ ഫോർക്ക് അത് അഡ്ജസ്റ്റബിളാണ്. അതേപോലെ ബാക്കിലത്തെ ഷോക്കും അഡ്ജസ്റ്റബിളാണ് കേട്ടോ. വണ്ടി നല്ല ബൾക്കി കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ വണ്ടി മേടിച്ചപ്പോൾ ഇത് മേടിച്ചാൽ മതിയായിരുന്നു. ഇതിൻ്റെ ആ എൻജിൻ്റെ അവിടുത്തെ ഒരു സാധനം, അതായത് ഓയിൽ ഫിൽറ്റർ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. പക്ഷേ ഡൂക്ക് 250ക്ക് വരുമ്പോൾ വലത്തെ സൈഡ് വരും.